നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷായിട്ടാണ്. അതായത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു കച്ചോരി. അപ്പൊ കച്ചോരി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും, പല ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ പൊട്ടറ്റോ വെച്ച് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഫ്ഡ് പൂരിയാണ്. പൂരിയുള്ളിൽ വെജിറ്റബിൾസ് വെച്ച് ഫില്ല് ചെയ്തിട്ട് അത് വറുത്തെടുക്കുന്നു. അത്രയുള്ള പരിപാടി. അപ്പൊ ട്രെയിൻ ജേണിക്കും അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ കൊടുത്തിടാൻ പറ്റും. അപ്പൊ ഒരുപാട് കറികളൊന്നും ഇതിന്റെ കൂടെ വേണ്ട, തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ തട്ടിൽ കൂട്ട് ദോശയും ഗാർലിക് ചട്നിയും ഒരുപാട് പേര് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇതും തയ്യാറാക്കി നോക്കുക. അപ്പൊ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കച്ചോരി, പൊട്ടറ്റോ കച്ചോരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കച്ചോരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള മാവ് ആദ്യം തന്നെ നമുക്ക് കുഴച്ച് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ കച്ചോരി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ മൈദ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മൈദയും 1 ഗ്ലാസ് ആട്ടയും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 2 ഗ്ലാസ് ആട്ടയും ഉപയോഗിക്കാം. പക്ഷെ ആട്ട വെച്ച് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൈദ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൗകര്യം തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. നമുക്കൊരു വലിയ ബൗളിലോട്ട് 2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് ഈ 1 ടേബിൾ സ്പൂൺ റവ. ഇത് വറുത്തിട്ടുള്ള റവയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാനാണ് റവ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ റവ ചേർക്കാതെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് എപ്പോഴും സൂക്ഷിച്ചിട്ട് ഒരുപാട് ഇടാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ബട്ടർ, അതല്ലെങ്കിൽ ഓയിൽ. ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഉരുക്കിയിട്ടുള്ള നെയ്യ് കേട്ടോ. സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ട്രഡീഷണൽ രീതിയിൽ അവർ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ നെയ്യിൻ്റെ വാസന വലിയ താല്പര്യമില്ല, എന്നാലും ആ ട്രഡീഷണൽ രീതിയിൽ മാറ്റേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് കുഴച്ച് എടുത്ത് വെക്കണം. വെള്ളം എപ്പോഴും ഒരുപാട് ഒഴിക്കാൻ പാടില്ല, നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കേണ്ട. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് പോരാ, കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് മതിയാവുന്ന തോന്നണേ. അപ്പോൾ ഏകദേശം ഞാൻ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ തീരുമാനിക്കണം കേട്ടോ. ഞാനിപ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കുക. എന്നിട്ട് അവസാനം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതങ്ങ് അടച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം ഒരു 20 മിനിറ്റെങ്കിലും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുൻപായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല കൂട്ട് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ഹോളായിട്ടുള്ള മല്ലി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം. ഇത് 3ഉം കൂടിയിട്ട് ഒരു 5 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. എണ്ണയൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മസാലക്കൂട്ട് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ പലവരുടെ അടുത്തും ഹോളായിട്ടുള്ള മല്ലിയോ അതുപോലെ തന്നെ ജീരകമോ പെരുംജീരകമോ ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതുള്ളവർ ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ച് വെച്ചോളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 2 മീഡിയം പൊട്ടറ്റോ മീഡിയം പീസസ് ആയിട്ട് മുറിച്ചിട്ട് അതിലോട്ട് 1/2 ഗ്ലാസ്സിൽ മേലെ വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ വെച്ചു. എന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചു. അതിലെ പ്രഷർ കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തു. പിന്നെ ചൂടോടുകൂടി ഇതേപോലെ ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് ഇതേപോലെ മാഷ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞാൽ പൊട്ടറ്റോ നമുക്ക് മാഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചൂടോടുകൂടി ഇതേപോലെ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ തുടങ്ങാം. അതിലോട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, നെയ്യ് ഒഴിക്കുന്നില്ല. നെയ്യാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ, ഓയിലാണെങ്കിലും 2 ടേബിൾ സ്പൂൺ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാം. നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. തീ കുറയ്ക്കണം, ചെറിയ തീയിലോട്ട് മാറ്റുക. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊത്തി എരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് വളരെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് കരിയാൻ പാടില്ല, തീ കുറയ്ക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഈ പൊടികൾ കരിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊട്ടറ്റോ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടില്ലേ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഹോളായിട്ടുള്ള മല്ലിയും ജീരകവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊടികൾ ചേർത്ത് കൊടുത്ത സമയത്ത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇത് വരട്ടി എടുക്കണം കേട്ടോ. ഈ ഡാർക്ക് റെഡ് കളർ നമ്മുടെ കാശ്മീരി മുളകിൻ്റെ ആണ്. കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ എനിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുത്ത് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്കിത് കളയണം. ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം അതിൻ്റെ ഒരു അളിയനായിട്ട് വരും. പക്ഷേ നമ്മൾ പൂരി പോലെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് മാത്രം. ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കിത് വരട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ വലിയ ആൾക്കാർക്കാണ് ഇത്രയും സ്പൈസസ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അമ്മമാർ അതിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക, അതുപോലെ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുക, അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ മസാലയല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മസാല നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ കച്ചോരി ഉണ്ടാക്കുമ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ സമയത്തും പൊടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് ഞാൻ വരട്ടി എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടി പിടിക്കാണ്ട് ഇങ്ങനെ വരണം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയിട്ടില്ല, അതേപോലെ തന്നെ ആയിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. അത് എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ട്? ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ തരാം. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് അങ്ങ് മാറ്റാം. അതായത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലോട്ട് ഓരോ ഉരുളകൾ ഇങ്ങനെ ഉരുട്ടി ഇടാം. പിന്നെ ആ സമയത്ത് ഉരുട്ടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളകളാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് പരത്തിയിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് അടച്ചു വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും നമ്മുടെ ഈ ബോള്. പരത്തുന്ന ഈ പലകയിൽ ഇച്ചിരി ഒന്ന് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവിക്കോളൂ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഈ റോളറുമ്മലും കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. ഇതിൽ പൊടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ആലു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ റൗണ്ടാക്കി എടുക്കുക. കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തിയാലും മതി. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഈ അറ്റത്തൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നൈസാക്കി കൊടുത്തോളൂ. ഈ ഭാഗത്ത് നല്ല കട്ടി വേണം, ഈ സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇവിടെ ഒന്ന് നൈസാക്കി കൊടുക്കുക. അതിനുശേഷം ഫില്ലിങ് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ കണക്ക് വെച്ചാൽ മതി ഫില്ലിങ്. എന്നിട്ട് നമുക്കിത് അടയ്ക്കണം. ഉള്ളിലോട്ടൊന്ന് തള്ളി കൊടുക്കുക. അതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ മോദകം ഉണ്ടാക്കണ പോലെ എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മാവ് നമുക്ക് മാറ്റി വെക്കണം. അത് ഉപയോഗിക്കാം കേട്ടോ. ലാസ്റ്റത്തേക്ക് ഒരു ഉണ്ടയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എക്സസ് ആയിട്ടുള്ള മാവ് എടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളതിങ്ങനെ ഈ തുമ്പ് ഇങ്ങനെ എടുക്കണം. നന്നായി ഒട്ടി പിടിക്കണം. അല്ലാന്ന് വെച്ചാൽ പരത്തുന്ന സമയത്ത് അങ്ങ് പുറത്തേക്ക് വരും. അപ്പം ഇങ്ങനെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത്ര എക്സ്ട്രാ മാവിടാതെ നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഉരുളകളാക്കി എടുത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം ഉണ്ടാക്കി ഈ ഉരുളയാണ് നമുക്ക് എല്ലാം ഉരുട്ടിയതിന് ശേഷം പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും ഫില്ല് ചെയ്യാം. ഇങ്ങനെ പരത്തണ്ട, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, പരത്തണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പം പരത്തിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതാണ് എനിക്ക് എളുപ്പം കുറച്ചും കൂടെ. ഞാൻ ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട് എൻ്റെ ഒരു ടേസ്റ്റിന്. ഉപ്പും എരിവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് എല്ലാതും ഇതേപോലെ ഉരുളകളാക്കി എടുത്ത് വെക്കാം. ഒരു മണി ബാഗ് ഉണ്ടാക്കണ പോലെ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മളിത് മടക്കുന്നതിനനുസരിച്ച് ഈ മസാല വിരൽ വെച്ചിട്ട് ഉള്ളിലോട്ട് തള്ളണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ളൂ. അപ്പോൾ നല്ല ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ 11 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ്ങും കറക്റ്റ് ആയിരുന്നു. ആ അളവിന് 11 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുക്കുക. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ റോളറൊന്നും വേണ്ട. എന്നിട്ട് ഈവനായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതാണ് അതിൻ്റെ തിക്നെസ് കേട്ടോ. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ പൊന്തി വരില്ല. അപ്പോൾ നമുക്ക് കച്ചോരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളൂ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു പൂരിയുടെ ഒക്കെ ടേസ്റ്റ് വരും. പക്ഷെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ പാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് കമ്പനിയാണെന്ന്. ഇത് ഷെഫ് പ്ലേ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഞാൻ ലുലു എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. മീഡിയം ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ കച്ചോരി ഇട്ട് കൊടുക്കാം. മീഡിയം ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ആദ്യത്തെ കച്ചോരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൂരി വീർക്കുന്ന പോലെ ഒരുപാട് അങ്ങ് വീർത്തൊന്നും വരില്ല കേട്ടോ. പിന്നെ ഒരുപാട് ചൂടത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അത് ബ്രൗൺ കളർ ആവും. പക്ഷെ ഉള്ളിൽ അങ്ങ് കുക്കാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. മീഡിയം ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുപോലെ കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഇങ്ങ് പൊങ്ങി വരും. നല്ല ഗോൾഡ് കളർ ആവുന്ന സമയത്ത് നമുക്കത് എടുക്കണം. ഇത് ക്രിസ്പി ആയിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. പക്ഷെ ഉള്ളിൽ ഇതേപോലെ ഫില്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ പിള്ളേർക്ക് ടിഫിൻ ബോക്സ് ഐറ്റമായിട്ട് കൊടുത്തുവിടാം. ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു സാലഡോ ഒരു ഓണിയനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ആദ്യത്തെ കച്ചോരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡ് കളർ ആവുന്ന സമയത്ത് നമുക്ക് അങ്ങ് എടുക്കാറുണ്ട്. ഇത്രയും വീർക്കുള്ളൂ. രണ്ട് പൂരി പോലെ ഭയങ്കരമായിട്ട് വീർക്കില്ല എന്നാൽ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിത് പ്ലേറ്റിൽ ഇതേപോലെ പരത്തി വെക്കുമ്പോൾ ഈ ഭാഗമില്ലേ, നമ്മൾ പൊട്ടാൻ ചാൻസ് ഉള്ള ഭാഗം മേലേക്ക് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് എടുക്കുന്ന സമയത്ത് ഈ ഭാഗം വിണ്ടു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മണി ബാഗ് ഉണ്ടാക്കിയിട്ടുള്ള അത് പൊട്ടിച്ചെടുത്തിരിക്കുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ പ്ലേറ്റിൽ വെച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡ് കളർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ മാവ്, അതായത് നമ്മുടെ മൈദയൊക്കെ വേവാണ്ട് കുക്കാവാണ്ട് ഇരിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ കച്ചോരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കച്ചോരിയും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇനിയുണ്ടല്ലോ കുറച്ച് പച്ചമുളക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നല്ല ഫ്രൈ ചെയ്തിരിക്കുന്ന പച്ചമുളക്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കീറി കൊടുത്തോളൂ. മൊത്തത്തിൽ പച്ചമുളക് ഒരിക്കലും ഇടാൻ പാടില്ല. അങ്ങ് പൊട്ടി തെറിച്ച് പോകും. ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ നടുവിലത്തെ ഭാഗത്ത് കൂടെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ. ഞാനിത് താല്പര്യമുള്ള കാര്യം ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് നന്നായി വാഷ് ചെയ്ത് തുടച്ചിട്ടുള്ള പച്ചമുളകായിരിക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇട്ട വശം തന്നെ ഒന്ന് മാറി നിന്നോളൂ. അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. വെള്ള കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം പൂരിയുടെ കൂടെ ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന പച്ചമുളക് കഴിക്കാൻ. അപ്പോൾ ഇത് നമുക്കൊരു അരിപ്പയിലോട്ട് ഇടാം. ഇത്രയുള്ള പരിപാടി. ഇനി ഫോട്ടോയിൽ എടുത്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ കച്ചോരി പ്ലാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ടായിരുന്ന വിനീഗർ ഇല്ലാത്ത മാങ്ങാ പിക്കിള്, മാങ്ങാച്ചാറ്, അതുപോലെ തന്നെ തൈര്, പിന്നെ ബട്ടർ ചിക്കൻ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കുശാലായി. മിനിയാന്ന് ഞാൻ തട്ടിൽക്കൂട്ട് ദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ഫോട്ടോസ് എല്ലാം അയച്ചു തന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ നമുക്ക് കച്ചോരി കഴിക്കാം അല്ലേ. കത്തി കൊണ്ട് മുറിക്കാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ കാണിച്ചു തരാം ഞാൻ. ഉള്ളിലത്തെ ഫില്ലിങ് കണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ പച്ചമാവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ എടുത്ത് പറയുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം സമയം എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യണം എന്നുള്ള കാര്യം. നമ്മൾ പൂരി ഫ്രൈ ചെയ്യുന്ന പോലെ എളുപ്പത്തിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഉണ്ടല്ലേ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് പലതരത്തിലുള്ള കച്ചൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള വെർഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഭാവിയിൽ പലതരത്തിലുള്ള കച്ചോരീസ് ഞാൻ ചെയ്യാം. അപ്പോൾ ഒരു വായ ഞാൻ കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ മാങ്ങച്ചാറ് സൂപ്പറായിട്ട് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ആൾക്ക് ഇടുവതിൻ്റെ ഇരിക്കണ അച്ചാറൊക്കെ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുക. ക്രിസ്പിയാണ്. ഉള്ളിലത്തെ ഫില്ലിങ് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് പച്ചമുളക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത്. വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ റെസിപ്പി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞായർ, ചൊവ്വ, വ്യാഴമാണ്. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് എഗ് മയോ സാൻഡ്വിച്ച്. നമുക്ക് വേണ്ടതെല്ലാം പെപ്പർ, മയണൈസ്, ഉള്ളി, മുട്ട, ബ്രെഡ്. മയണൈസ് വെച്ച് മുട്ടനകത്ത് മിക്സ് ചെയ്ത് വെച്ചിക്കുക.
ഇനി നമ്മൾ ബ്രെഡിൽ മയോണൈസ് തേക്കണം. അങ്ങനെ മയോണൈസ് സ്പ്രെഡ് ചെയ്യുക. മയോണൈസ് ബ്രെഡ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുട്ട ഇട്ട് ഒണിയൻ ഇട്ടിട്ട് പെപ്പർ ഇടണം. ഇപ്പൊ മുട്ട സ്പ്രെഡ് ചെയ്ത് പെപ്പർ ഇട്ടു. ഇനി ഇച്ചിരി ഉള്ളിയും കൂടെ ഇടണം. ഇനി ഇത് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. എഗ് മയോ സാൻഡ്വിച്ച് റെഡിയായി.